ഒരു സിനിമ കാണാൻ പോയിട്ട് 1 1/2 വർഷമായി. തുടരും മൂവിന് ശേഷം പിന്നെ നമ്മൾ പോയി കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്തായിരുന്നു ആ ഒരു പടം പോയി കണ്ടത്. അതിനുശേഷം പടം കാണാൻ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഋതുവിനെ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ തിയേറ്ററിൽ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഇന്ന് ഒരു പടം കാണാൻ പോയാലോ എന്നിങ്ങനെ തോന്നി. കാരണം വാഴ 2 കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിൽ അമ്മയുടെ കയ്യിൽ ഋതുവിനെ ആക്കിയിട്ട് പോകാമെന്നാട്ടോ കരുതിയത്. അമ്മ ഉണ്ടെങ്കിൽ ഋതുവിന് വേറെ ആരും വേണ്ട. ഈ ഒരു സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്മ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഋതു ഹാപ്പി ആവും. അങ്ങനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 10:30ക്കുള്ള ഷോയ്ക്കാണ് കേട്ടോ ഞങ്ങൾ അവിടെ കയറിയത്. അങ്ങനെ ഇതാ നമ്മൾ അർച്ചന തിയേറ്ററിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ 5-ൽ. അങ്ങനെ ഇതാ നമ്മൾ പടം കാണാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും കൂടെ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഋതുവിനെ ആരെ ഏൽപ്പിച്ചിട്ട് വരും. അപ്പോൾ അമ്മ മാത്രമേ തന്നെയുള്ളൂ. പിന്നെ അമ്മച്ചമ്മയെ കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചമ്മ വന്നില്ല കേട്ടോ. ഇനി വരുമ്പോൾ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഇരിക്കുകയാണേ. അങ്ങനെ ഞങ്ങളവിടെ വന്നു. ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോപ്കോണും. അങ്ങനെ അതും കഴിച്ചുകൊണ്ടൊക്കെയാണ് ഇരുന്നത്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നി, ഞാൻ കുറേ നാളിന് ശേഷം അടിപൊളി ഒരു പടം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാനാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫുള്ള് കരയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ എനിക്ക് ഇറങ്ങിയിട്ട് ഒരു കരച്ചിൽ വന്നുകൊണ്ടേയിരിക്കായിരുന്നു. അത്രയ്ക്ക് അടിപൊളി പടമാണ് കേട്ടോ. ശരിക്കും ആ പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടുപേർക്കും ഡ്യൂട്ടി ടൈമും ആ ഒരു ഉറക്കത്തിൻ്റെ ഇതൊക്കെ കൊണ്ട് രണ്ടുപേർക്കും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പിന്നെ ശാലുവിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സംഗി പിന്നെയും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചപ്പോഴേ എനിക്ക് കരച്ചിൽ വന്നുകൊണ്ട്